ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന അസൂസിന്റെ ഒരു ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പൊ അതിന്റെ മോഡൽ വരുന്നത് G614GG ആണ് വരുന്നത്. കസ്റ്റമർ കംപ്ലൈന്റ് എന്താ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം ലാപ്ടോപ്പ് എടുത്ത് സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം നോട്ട് വർക്കിംഗ് ആണ്, സിസ്റ്റം ഓൺ ആവുന്നില്ല, അങ്ങനെ അവര് ഡംബിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഇത് ലാപ്ടോപ്പ് മൊത്തമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ബോർഡ് നമ്മൾ ജസ്റ്റ് പുറത്തെടുത്തിക്കണം. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എവിടെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്ക് നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഹീറ്റ് സിങ്ക് ഒക്കെ പുറത്തെടുത്താണ്. ഈ ഒരു വരുന്ന സമയത്ത് ഇവിടെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇവിടെ ചെറിയ രീതിയിൽ ഇവിടെ ഫെയറിങ് കാണുന്നുണ്ട്. അഥവാ ഞാൻ മൈക്രോസ്കോപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ തന്നെ ഇവിടെ ബാനിങ് ആണ്. ഇവിടെ ചെറുതായിട്ടുള്ള ആർക്കിങ് നടന്നിട്ട് ഇതിൽ കാർബൺ ആണ് ഈ സൈഡിൽ ഫുള്ളായിട്ട് കാണുന്നത്. ഇവിടുത്തെ ഒരു ഈർപ്പം കയറിയിട്ടായിരിക്കും മേ ബി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിവിടെ ഫംഗസ് പ്രൊഡക്ഷൻ ആയിട്ട് പിന്നെ ഇവിടെ ആർക്കിങ് വന്നിട്ടുണ്ടാവും. ഈ ആർക്കിംഗ് ആണ് ഇവിടെ ബോർഡ് ഷോർട്ടായി കിടക്കുന്നത്. അപ്പോൾ ഈ കണ്ട കണ്ടീഷനിൽ നമുക്ക് നോക്കുന്ന സമയത്ത് യാതൊരു റെസ്പോൺസ് ഒന്നുമില്ല, സിസ്റ്റം ഡെഡ് ആണ് കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സർവീസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട കണ്ടീഷനിൽ ആ ഫംഗസ് റിലീസ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കണ്ടീഷനിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ റെസിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് 324 ഡയോഡ് മോഡിൽ 324. ഞാൻ ഉൾട്ട ചെക്ക് ചെയ്ത് നോക്കുക. ഉൾട്ട ചെക്ക് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കപ്പാസിറ്റിന് ചാർജിങ് നടക്കുന്ന ഹൈ ആകുന്നുണ്ട്. ഒരു 2000 റേഞ്ചിൽ മേലെ കയറുന്ന നമുക്ക് ഹൈ ആണ്, സെറ്റാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഇത് റെസിസ്റ്റൻസ് സെറ്റായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ DC സപ്ലൈ ഞാൻ കൊടുക്കാൻ പോവാണ്. സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് സപ്ലൈ ഇവിടെ കയറി വരണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, മോഡ് ഞാൻ മാറ്റി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് 20 വോൾട്ടേജ് സെറ്റായിട്ടാണ്. വർക്ക് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഫുള്ള് റീസെറ്റ് ഉണ്ടാൽ സിസ്റ്റം ഓൺ ആവണം, ടൈം ലാഗ് എടുക്കും. അഥവാ ഇത് ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഫാനൊക്കെ സ്പിന്നിങ് ആണ്, ടൈം എടുക്കും ഡിസ്പ്ലേ വരാൻ, ചെറിയ ഡിലേ ഉണ്ടാവും. ഓക്കെ, ഡിസ്പ്ലേ ഓക്കെ ആണ്, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.